ഹലോ ഹായ്, നമ്മളിന്നുള്ളത് മൂന്നാറിൻ്റെ അടുത്താണ് കേട്ടോ. ശരിക്കും കഴിഞ്ഞ നമ്മുടെ എപ്പിസോഡുകളിലൊക്കെ എങ്ങനെ വളരെ ചിലവ് ചുരുങ്ങിയ രീതിക്ക് മനോഹരമായ വീടുകൾ നിർമ്മിച്ചെടുക്കാം എന്നുള്ള കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്ന എപ്പിസോഡുകളായിരുന്നു നമ്മൾ ചെയ്തു വന്നിരുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു വീടിനെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. ശരിക്കും ഇത് 1900 സ്ക്വയർ ഫീറ്റുള്ള ഈ വീട്, അത് നമ്മുടെ കേരളത്തിൻ്റെ തനതായ രീതിക്കാണ് ഇവർ നിർമ്മിച്ചേക്കുന്നത്. ഇത് ഇപ്പോഴത്തെ ഒരു രീതിക്ക് അത് ചെയ്തെടുക്കണം ഏകദേശം 35 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് വരാം. അപ്പോൾ ഇവർ നിർമ്മിത് പൂർത്തിയാക്കിയത് 18 ലക്ഷം രൂപയ്ക്ക് മാത്രമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചിലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് ഇവർ ഉൾക്കൊണ്ട രീതികളെന്നൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. സാറേ നമസ്കാരമുണ്ട്. നമസ്കാരം. സാർ എന്താ ചെയ്യുന്നതെന്ന് പറയാമോ? ഞാൻ ജനമൈത്രി എക്സൈസിലെ പ്രിവൻറ്റീവ് ഓഫീസറാണ്. അടിമല്ല അല്ലേ? ഓ ശരി ശരി ശരി. ഇത് എൻ്റെ അമ്മയാണ്. അമ്മയല്ലേ? ആ, ഇത് അമ്മ. ഇത് അഭിജിത്ത്, മൂത്ത മകൻ. ഇത് ഇളയപുത്രൻ അശ്വിൻ. ഇത് ബിന്ദു ഭാര്യ. ശരി. ഇതിപ്പോൾ എത്ര കാലമായി സാറേ നമ്മളിത് ഈ വീടിൻ്റെ പണി പൂർത്തീകരിച്ചിട്ട്? ഇതിപ്പോൾ പൂർത്തീകരിച്ചിട്ട് എൻ്റെ 2 മാസത്തോളമായി. 2 മാസം. ഓക്കെ ഓക്കെ. ഇതിപ്പോൾ ചിലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ അത് ഏതൊക്കെ കാര്യങ്ങളാണെന്ന് പറയാം? ചിലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഇവിടെ ഈ വീടിരിക്കുന്ന സ്ഥലത്ത് തന്നെയായിരുന്നു എൻ്റെ പഴയ വീട്. പഴയ വീടിന് ഏതാണ്ടൊരു 30-40 വർഷത്തോളം പഴക്കമുണ്ടായിരുന്നു. അപ്പോൾ അത് ഒത്തിരി പഴയതായിരുന്നു. പുതിയ നമ്മുടെ ആവശ്യങ്ങൾക്കൊന്നും ഉതകുന്നതല്ലാത്തതുകൊണ്ടാണ് പുതുക്കി വെക്കണമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ പഴയ വീടിൻ്റെ പരമാവധി ഉപയോഗിക്കാൻ കഴിയുന്ന മുഴുവൻ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ തന്നെ ചിലവ് ചുരുക്കാൻ കഴിയുന്ന ഏതെല്ലാം മേഖലകളിൽ ചിലവ് ചുരുക്കാമോ എൻ്റെ കയ്യിലുള്ള പണത്തിൻ്റെ ബഡ്ജറ്റിനനുസരിച്ചാണ് ചെയ്തത്. പൂർത്തീകരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് എത്ര രൂപ ഏകദേശം ആയിട്ടുണ്ട്? 18 ലക്ഷം രൂപ ആണ് ഇതിനു വേണ്ടി ചിലവായിട്ടുള്ളത് അല്ലേ? ഈ നമ്മൾ പഴയ വീടിൻ്റെ കാര്യങ്ങൾ ഉപയോഗിച്ചു എന്ന് പറഞ്ഞല്ലോ, അത് എന്തൊക്കെ വസ്തുക്കളാണ് ഉപയോഗിച്ചത്? പഴയ വീടിന്റെ തറ പഴയ വീടിന്റെ നല്ല ഉറപ്പുള്ള തറയായിരുന്നു. വലിയ കല്ലുകളിട്ട് കെട്ടിയ തറയായിരുന്നു. ആ തറ പൊളിച്ചില്ല. അതോടൊപ്പം തന്നെ ഇതിന്റെ മര ഉരുപ്പടികൾ, ജനല്, വാതില് എല്ലാം തന്നെ ഫ്രണ്ട് വാതിൽ ഒഴിച്ച് ബാക്കിയെല്ലാം ഇത് ജനലും എല്ലാം തന്നെ പഴയ വീടിന്റെയാണ് ഉപയോഗിച്ചത്. മേൽക്കൂര മേഞ്ഞിരിക്കുന്നത് പഴയ വീടിന്റെ ഓട് മേഞ്ഞ ആ ഓടും അതിന്റെ തടി, ഇത് മേൽക്കൂരയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന തടി ഉപയോഗിച്ചാണ് മേൽക്കൂര ചെയ്തിരിക്കുന്നത്. ഇതാണ് പഴയ വീടിന്റെ ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത് നമ്മൾ വാർത്തതിന്റെ മുകളിൽ പ്ലാസ്റ്റർ ചെയ്യാതെ അത് ഗ്രൈൻഡ് ചെയ്ത് ബ്ലാക്ക് പെയിന്റ് ചെയ്ത് ഡിസൈൻ ചെയ്യുകയാണ്. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള പൈസയും അവിടെ ലാഭം കിട്ടി. പിന്നെ വയറിങ് കൺസീൽഡ് വയറിങ് ചെയ്യാതെ പുറത്തൂടെ ചാനൽ ചെയ്താണ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനു വേണ്ടി വരുന്ന പൈസയും ഒത്തിരി പൈസ ലാഭകരമായിട്ട് തന്നെ. വീട് നിർമ്മിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പം പരമ്പരാഗത ശൈലിയിലുള്ളൊരു വീടായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഈ പൂമുഖത്തിൻ്റെ മുകൾ നിലയിൽ മുകൾ വശം ചെയ്തിരിക്കുന്നത് പഴയ ഓട് വെച്ചുകൊണ്ടാണ്. സ്ക്വയർ പൈപ്പ് വെച്ച് അതിലാണ് ഓട് പാകിയിരിക്കുന്നത്. ഈ കാണുന്ന തൂണൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റ് ചെയ്തിട്ട് തടിയുടെ പെയിന്റ് അടിച്ചിരിക്കുകയാണ്. കോൺക്രീറ്റ് ആണ്. ഈ പൂമുഖത്തിന്റെ തറ കെട്ടിയിരിക്കുന്നത് ചെലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടിക ഉപയോഗിച്ചുകൊണ്ടാണ്. കല്ലല്ല. അല്ല. തായ്പരയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ വീടിന്റെ തറ അതേപടി തന്നെ നിലനിർത്തുകയാണ്. അത് നല്ല ഉറപ്പുള്ള തറയായിരുന്നു. അത് നിലനിർത്തി ചെയ്യുകയാണ് ചെയ്തത്. നമ്മളിത് തേച്ചിട്ടില്ല, നമ്മൾ പെയിന്റ് അടിച്ച് ഒരു ചെങ്കല്ലിന്റെ പ്രതീതി ഉണ്ടാക്കുന്ന രീതിയിൽ, അത് ദൂരെ നോക്കിയ ഒരു ചെങ്കല്ലിന്റെ പ്രതീതി ഉണ്ടാക്കുന്ന രീതിയിൽ പെയിന്റ് അടിച്ച് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിലും നമുക്ക് നല്ല രീതിയിൽ പൈസ ലാഭിക്കാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ബോർഡർ തേച്ച് തന്നെ സെറ്റ് ചെയ്തേക്കുന്നതാണ്. അതേപോലെ ജനലൊക്കെ എന്ന് പറഞ്ഞാൽ പഴയ വീടിന്റെ ജനൽ തന്നെയാണ് ഇത് ഉപയോഗിച്ചേക്കുന്നത് അല്ലേ? പഴയ വീടിന്റെ ജനൽ തന്നെ. എന്നിട്ട് ഇത് മാച്ചിങ് ആവുന്ന രീതിയിൽ പെയിന്റ് അടിച്ച് എടുത്തേക്കുന്നതാണ്. ഈ കഥ നമ്മൾ പുതിയ കഥ ചെയ്തതാണ്, തടിയിൽ ചെയ്തതാണ്. പഴയ തടിയിൽ നമുക്ക് ചെയ്യാനായിട്ട് ഈ സൈസ് കഥ ഇല്ലായിരുന്നു ആ വീടിന്. പുതിയതായിട്ട് നമ്മൾ ചെയ്തതാണ്. വീടിന്റെ കൺസെപ്റ്റിന് അനുയോജ്യമായ രീതിയിലുള്ള ഉടൻ ഫിനിഷിംഗ് ഉള്ള ടൈലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അത് പൊതുവിലുള്ള പരമ്പരാഗത ശൈലി എന്ന നിലയിലാണ് ഈ സിറ്റ് ഔട്ടിൽ, ഹാളിലും മുകളിലത്തെ ഹാളിലും ഇതേ രീതിയിൽ, കിച്ചണിലും ഇതേ രീതിയിലുള്ള ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അകത്തേക്ക് കയറാം. വരും. ഈ ലൈറ്റിന്റെ ഷെയ്ഡ് നമ്മൾ ബാംബുവിൽ നെയ്തെടുത്തതാണ്.
ഇതിന് 250 രൂപയോട് വരാം. ഇത് എവിടെ നിന്ന് വാങ്ങി സാറേ? ഇത് അടിമാലിയിലെ ഇതിന്റെ ഷോറൂമിൽ നിന്ന് മേടിച്ചതാണ്. അടിമാലി സംഭവം ഉണ്ടോ? വാങ്ങാൻ വേണ്ടി കിട്ടും. 250 രൂപ. ഇത് ഫെറോസ് സ്ലാബിലാണ് ചെയ്തിരിക്കുന്നത്. ഉടൻ പെയിന്റ് അടിച്ച് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഈ ഇലക്ട്രിക്കൽ ഭാഗമൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ചെലവ് ചുരുക്കിയാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ലൈറ്റ്, അകത്തെ ലൈറ്റൊക്കെ എന്ന് വെച്ചാൽ വയറിങ് ചെയ്ത ഇലക്ട്രീഷ്യന്റെ ഐഡിയ പ്രകാരം അദ്ദേഹം ചെയ്തിരിക്കുന്നതാണ്. നമ്മളിവിടെ പൂജാമുറി ഒന്നും ഇങ്ങനെ സെപ്പറേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. നമ്മളെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഇവിടെ ഇങ്ങനെ പൂജാമുറി അങ്ങനെ സെറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. റൂമായിട്ട് തിരിച്ചിട്ടില്ല അല്ലേ? ഇല്ല, റൂമായിട്ട് തിരിച്ചിട്ടില്ല. റൂമായിട്ട് തിരിക്കുന്നേക്കാൾ നല്ലത് ഇങ്ങനെ വയ്ക്കുന്നതെന്നാണ്. നമുക്കപ്പോൾ കുറച്ചും കൂടി സ്പേസ് നമുക്ക് അതിന് വേണ്ടി യൂസ് ചെയ്യാനും പറ്റും. അത്യാവശ്യം പൂജയ്ക്കുള്ള സാധനങ്ങൾ ഇവിടെ വയ്ക്കാനും പറ്റും. അങ്ങനെ നമ്മളൊരു ഭംഗിയായിട്ട് വിളക്കുകൾ ഇങ്ങനെ അടുക്കിയടിക്കുകയും പിന്നെ അതുപോലെ തന്നെ പറയും സാധനങ്ങളൊക്കെ അങ്ങ് വെച്ചങ്ങ് സെറ്റ് ചെയ്തു. താഴത്തെ നിലയിൽ നമ്മൾ 2 ബെഡ്റൂമാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് ഒരു ബെഡ്റൂം, ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം അല്ലേ? അതെ, ശരി ശരി. അപ്പൊ നമുക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് ലൈറ്റ് ഒക്കെ കയറുന്ന രീതിയിൽ തന്നെയാണ് അത് സാർ സെറ്റ് ചെയ്ത് തന്നേക്കുന്നത് നമുക്ക്. ഇത് മുത്തശ്ശിയുടെ റൂമാണ്. താഴെ ഇങ്ങനെ 2 റൂം മാത്രമേ ഉള്ളൂ. 2 റൂമേ ഉള്ളൂ ഇവിടെ അല്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ. ഇനി അടുക്കളയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 അടുക്കളയാണുള്ളത്. ഇത് വിറകിന്റെ അടുക്കളയാണുള്ളത്. പുകയില്ലാത്ത അടുപ്പുകളാണ്. ആലും അടുപ്പുകൾ അല്ലേ? അങ്ങനെ പറയുന്നതെന്ന് തോന്നുന്നു. അതെ അതെ. പിന്നെ ഇവിടെ ഒരു സിങ്ക് ഉണ്ട്. നമുക്ക് ഇനി ഇപ്പുറത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ഗ്യാസിന്റെ അടുപ്പും ഇവിടെ ഒരു സിങ്ക് ഉണ്ട്. കബോർഡ് വർക്കുകളും ചെയ്തിട്ടുണ്ട് അല്ലേ? പിന്നെ നമുക്ക് വർക്ക് ഏരിയ പുറത്താണല്ലേ? ഇത്ര ഏരിയ വർക്ക് ഏരിയ ആണ്. അത്യാവശ്യം അരിയുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള അല്ലേ? ശരി ശരി. അറയിലൊക്കെ വെച്ചിട്ടുണ്ട്. അറയിലൊക്കെ ഉണ്ട്. അതൊക്കെ പഴയ അറയിൽ പഴയ വീട്ടിലെ നമ്മൾ പഴയ സാധനങ്ങളെല്ലാം തന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടാണ്. അത് ഈ വാതിലൊക്കെ പഴയ അടുക്കളയുടെ വാതിൽ തന്നെയാണ്. ഓ ശരി 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 ശരി. നമ്മുടെ ഈ വീടിന്റെ പുറകുവശം മുഴുവൻ മോഡുലേഷൻ ഷീറ്റ്, അതിന്റെ താഴെ വി ബോർഡ് ഇട്ടാണ് വർക്ക് ചെയ്തേക്കുന്നത്. അപ്പം അത് ആ രീതിയിൽ നമുക്ക് ഒരുപാട് രൂപ സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഷീറ്റിന്റെ ശബ്ദമൊന്നും വരാതെ, വെള്ളം വീഴുന്ന ശബ്ദമൊന്നും ഇവിടെ വരികയില്ല അല്ലേ? ഈ ബോർഡ് ഇങ്ങനെ ചെയ്തുകൊണ്ട് ചൂടും നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ. ഇതാണ് നമ്മുടെ ഡൈനിങ് റൂം ആണിത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം വെട്ടം കിട്ടുന്ന രീതിയിലാണ് മൊത്തം സജ്ജീകരിച്ചേക്കുന്നത് അല്ലേ? ഓ ശരി ശരി ശരി. ഈ വീടിന്റെ ചെലവ് ചുരുക്കലിന്റെ ഒരു പ്രധാന ഘടകമാണ് നമ്മുടെ ഈ സ്റ്റെയർ കേസ്. നമ്മൾ ആദ്യം ഇത് ഫിനിഷ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് കോൺക്രീറ്റ് ഫിനിഷ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അതിനുശേഷം സാറിന്റെ ഒരു, അതായത് ഇതിന്റെ ഡിസൈനർ ആയിട്ടുള്ള സന്തോഷ് സാറിന്റെ ഒരു ഐഡിയ ആയിരുന്നു സ്ക്വയർ പൈപ്പിൽ ചെയ്യാം, അങ്ങനെയാണ് നമുക്ക് ഒരുപാട് രൂപ ലാഭിക്കാന്നുള്ളത്. അങ്ങനെ സ്ക്വയർ പൈപ്പിൽ ചെയ്ത് അത് ഉടൻ ഫിനിഷ് ചെയ്ത് അത് പോളിഷ് ചെയ്ത് പാനൽ ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. അപ്പൊ അതിൻ്റെതായ ഒരു ഭംഗി ഈ സ്റ്റെയർ കേസിനുണ്ട് താനും. ഇത് പഴയ വീടിന്റെ തടിയാണോ ഉപയോഗിച്ചത്? ഇത് വേറെ തടികൾ എടുത്ത് ഇതിനു വേണ്ടി തന്നെ അല്ലേ? ഓ അങ്ങനെ ചെറുതീർക്കാൻ പറ്റി. അത് നല്ല രീതിയിൽ വ്യത്യാസം വന്നു. നമ്മൾ ആദ്യം ഇട്ട ബഡ്ജറ്റിനേക്കാൾ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ. ഇത് നമ്മുടെ വീടിന്റെ മുകളിലത്തെ ഭാഗമാണ്. നമ്മളിത് പ്രധാനമായിട്ടും പ്രകാശത്തിനും വായുസഞ്ചാരത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഇവിടെ മൊത്തം 2 ബെഡ്റൂമും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു ഹാളുമാണുള്ളത്. നമ്മളിവിടെ സാറിനോട് ഇവിടെ വീട് പണിയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ സാറിനോട് പ്രത്യേകം പറഞ്ഞതാണ് നമുക്കിവിടെ അത്യാവശ്യം നല്ല രീതിയിൽ വെട്ടം കിട്ടണം എന്നുള്ളത് ഈ ഇതിൻ്റെ ഡിസൈനറായിട്ടുള്ള സന്തോഷ് സാറിനോട്. അപ്പം അദ്ദേഹമാണ് ഈ 5 ഹോളുകൾ ഇവിടെ ഇങ്ങനെ ചില്ലിട്ട് ശരിയാക്കി തന്നത്. അപ്പം കറക്റ്റ് കിഴക്ക് ദിശയിൽ നിന്നുള്ള പ്രകാശം ഡൈനിങ് ഏരിയയിലും മുകളിലത്തെ നിലയിലെ റൂമുകളിലോട്ടും എത്തുന്ന രീതിയിലാണ് ഈ വീട്ടിലെ ജനലുകളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ PVC സീലിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. കൂടെ ഇതിന് എയർ ഹോളുകളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മണ്ടവശം ഓടാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ എയർ ഹോളിന്റെ ആവശ്യമില്ല എങ്കിൽ കൂടി നമ്മൾ വായുസഞ്ചാരം സുഗമമായിട്ട് നടക്കാനായിട്ട് എയർ ഹോളും കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റൂമിനൊക്കെ പ്രത്യേക ഒരു തണുപ്പാണ്. ഓടുള്ളതുകൊണ്ട് ഒരു സ്വാഭാവിക തണുപ്പുണ്ട്. അതിന്റെ കൂടെ ഈ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് അതിൻ്റെതായ ഒരു തണുപ്പ് വേറെ ഉണ്ട്. താഴത്തെ പോലെ തന്നെയാണ് ഇവിടെ 2 ബെഡ്റൂമിനും കൂടി ഒരു കോമൺ ബാത്റൂമാണുള്ളത്. അച്ഛനൊരു പ്രധാന സന്തോഷ് സാറിന്റെ അടുത്ത് ഒരു പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യമാണ് ബെഡ്റൂമിൽ ബാത്റൂം വേണ്ട, നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ട് വേണ്ട, നമുക്ക് കോമൺ ആയിട്ടൊരു ബാത്റൂം മതി. പിന്നെ ഇങ്ങനെ മാറ്റാനൊരു പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാത്റൂമിന് 1 ലക്ഷം രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട്. അധികമായിട്ട് വരുന്നുണ്ട്. അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട്. നമ്മുടെ ഫിറ്റിംഗ്സ് എല്ലാം കൂടെ 1 ലക്ഷം രൂപയുടെ വ്യത്യാസം വരും. അതുകൊണ്ടാണ് മറ്റൊരു കാരണം ഇങ്ങനെ മാറ്റാനായിട്ടുള്ളത്. ഇത് എൻ്റെ ബെഡ്റൂമാണ്. ഈ റൂമിനെ കുറിച്ച് പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ജനാലകളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത് കൃത്യമായി പ്രകാശം ലഭിക്കുന്ന രീതിയിലും വായുസഞ്ചാരം കിട്ടുന്ന രീതിയിലുമാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ പുറത്തെ കാഴ്ചകൾ, ഓരോ ബെഡ്റൂമിൽ നിന്നുള്ള പുറത്തേക്കുള്ള കാഴ്ചകൾ വ്യത്യസ്തമാണ്, വളരെ മനോഹരമാണ്. ഇത് അനിയൻ്റെ ബെഡ്റൂമാണ് കേട്ടോ.
ഇതിന് ഒരു പ്രത്യേകത പറയാനുള്ളതെന്ന് വെച്ചാൽ കിഴക്ക് ദിശയിൽ നിന്നുള്ള പ്രകാശം കൃത്യമായി ബെഡ് കിട്ടുന്ന രീതിയിലാണ് ഇതിന്റെ ജനാലകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ നിർമ്മാണത്തിൽ ചിലവ് ചുരുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന മാർഗ്ഗങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് മറ്റൊരു സ്ഥലത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.